ചേട്ടാ എൻ്റെ അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ ചെക്കനൊന്ന് ഡോക്ടറാക്കി എടുക്കാന്നുള്ളത്. ആർക്കാണില്ല, എല്ലാ മക്കളും നന്നാവാൻ തന്നെയല്ലേ തന്നവരുടെ ആഗ്രഹം. അല്ല, നമുക്ക് എന്തും എന്നെ കൊണ്ടായത് എന്തും ചെലവാക്കാൻ തയ്യാറാണ്. ചേട്ടൻ ഇതൊന്ന് വാങ്ങിച്ചെനിക്കായിരുന്നു. ഞാൻ ഏത് കാര്യമാണ് നീ പറഞ്ഞത് ഇതുവരെ ശരിയാക്കിയാണ്ടിരിക്കുന്നത്? അതിലെനിക്ക് വിശ്വാസമുണ്ട്. അല്ല ശരിയല്ലേ, പിന്നെന്താണ് പേടിക്കാണ്ട്. ഈ സത്യൻ സാർ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഞാൻ സത്യമായിട്ടാണെന്നാണ് വിളിക്കുന്നത്. എന്താണ് ആ ബന്ധാണ് പൈസയുടെ ഒന്ന് ശരിയാക്കാന്ന് നീ വീണ്ടാണ്ടിരിക്കുക. ഞാൻ ആളൊന്ന് കാണട്ടെ. ഇവിടെ കേട്ടുണ്ട്, അതായാലും വലിയ പുതുവാലാണ്, ഒരു പ്രായമുള്ള ആളാണ് കേട്ടോ. എവിടെ പോയി കിടക്കുന്നത് കേട്ടോ? എന്ത് ഇത്? ആ വാഴയുടെ ഉള്ളിൽ കൂടെയാണ് അകത്തേക്ക് പോകേണ്ടത് കേട്ടോ. ഒന്ന് അങ്ങനെ കടക്കണല്ലോ, ഒന്ന് തുറക്കി. സത്യൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. തുറക്കി നിങ്ങൾ. കാര്യം എന്താ പറഞ്ഞത്? നിങ്ങൾ തുറക്കി, ഞാൻ പരിചയക്കാരനാണേ. അതെ. ആ, അപ്പൊ ഒരു സീറ്റിന്റെ കാര്യത്തിനാണ്. അപ്പൊ എന്ത് സീറ്റാണ്? സയൻസിനാണ്. സയൻസിന്. നീ മിണ്ടാണ്ടിരിക്കുക. നീ എന്തിനാ പറഞ്ഞത് അയാളോട്? സയൻസിനാണ് സീറ്റില്ല. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയണത്? എനിക്കറിഞ്ഞു, ഞാൻ ഇവിടുത്തെ ആളല്ലേ. ആ, നിങ്ങൾ ഇവിടെ ഡോർ തുറക്കാൻ നിൽക്കല്ലേ, നിങ്ങൾ അത് നോക്കി. സീറ്റില്ല. എന്ന് മിണ്ടാണ്ടിരിക്കുക. ഇതൊക്കെ വെറുതെ ജാട കാണിക്കുകയാണ്. നമുക്കൊരു 100 കേട്ടോ. അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് സ്വൈര്യമായിട്ട് പോരെ. അതല്ലാന്ന് ഇയാൾക്കൊരു 100 രൂപ കൊടുത്താലാന്ന്. വേണോ? സയൻസിനാണേ. സമ്മതിക്കണമെന്നില്ല, കാര്യത്തിനല്ലേ. ചില സ്ഥലത്ത് ഇതൊക്കെ നടക്കുന്നു. ആ ശരി ശരി. മോന്റെ കാര്യത്തിനാണ്ടേ. വരുമ്പോ ഒന്ന് തുറന്നു തന്നേക്കണേ, പോകാനേ. കൂട്ടാനല്ലേ? കൂട്ടിക്കോളാം. കേട്ടോ. ആ വാ വാ. ആരാ സത്യേട്ടാ? നാം വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ പ്യാരിജാതിന്റെ മോനെ +2 ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ്. ഓ, ആരാ പ്യാരിജാത്? എന്റെ കൂട്ടുകാരനാണ്. ശരി. ഏതിനാ സീറ്റ്? സയൻസിനാണ്. സയൻസിന് ബുദ്ധിമുട്ടാണല്ലോ ചെയ്തളാ. അല്ല, അത് എങ്ങനെയൊന്നും തരപ്പെടുത്തി. ഇതിപ്പോ കുട്ടി എവിടെ പഠിച്ചത്? നമുക്ക് KPHSS. KPHSS. ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയോ? 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ള കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇതാ എല്ലാവരും പാസ്സായി. അത് തന്നെ 35 പേർക്ക് ഫുൾ A+. അല്ല കേട്ടോ, ഈ മാനേജ്മെന്റ് കോട്ട ഉണ്ടാവില്ലേ? അങ്ങോട്ട് മാറി നമുക്ക് ഒരു കാര്യം പറയട്ടെ കേട്ടോ. അങ്ങനെയൊന്നും ശ്രമിക്കുക. ഞാൻ പറഞ്ഞു നോക്കിയതാണ്, മുഖത്തൊന്നും പോകണില്ല. പിന്നെ എൻ്റെ ഇമേജ് ഉള്ളത് കൂടി പോവും. അതാണ് കുടുംബത്തിലത്തെ കൂടിയാണേ. അതാണ് ഇപ്പോ പൈസയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഓ, പിന്നെ അല്ലാണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് കാശ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ. ഇനിയിപ്പോ ഈ വർഷം തന്നെ നമ്മള് പുതിയൊരു ബാച്ചും കൂടെ തുടങ്ങാൻ പോകുന്നുണ്ട്. ശരി. അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ലെന്ന് അറിയില്ല. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 40 റുപ്യ വാങ്ങിക്കണത്. ശരി. അപ്പൊ ഇതിനിപ്പോ 32 ആണല്ലോ ഇപ്പോ. അതെ. അപ്പൊ ഞാൻ 32 അല്ല 40 ആണ് കൊടുത്തത് എന്നുള്ളത് പുറത്ത് പറഞ്ഞാൽ മതി എന്നും കൂടി ഒന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ അല്ലാണ്ട് ഞാൻ ഈവനായ കാരണമാണ് ഇതൊക്കെ പറയണത്. ഞാൻ 50 മേടിക്കണ്ടാണ്. അങ്ങനെ പറയാത് കുഴപ്പമില്ല. വലിയ സന്തോഷമായി. ഞാൻ ആകെ പേടിച്ച് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടേ വലിയ സമാധാനമായി. എന്തൊക്കെയുണ്ട് വേറെ? വലിയ കുഴപ്പമില്ല, ഇങ്ങനെ പോകണം. കാര്യങ്ങളങ്ങനെ നടന്നു പോകുന്നുണ്ട്. ശരി. അതെ, നോക്കി വ്യാരി ഇങ്ങോട്ട് വാങ്ങട്. എന്താ കിടന്ന് കേത്തിരി ഇവിടെ ഒരു കണക്കിനൊക്കെ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് ഞാൻ. ഇവിടെ ഉണ്ടായിട്ടൊന്നല്ലപ്പോ അത്. ഇവിടെ A+ പറഞ്ഞു കേട്ടില്ലേ? അതൊന്നും കുഴപ്പമില്ല. അതെ, കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കാലിലൊക്കെ ഒന്ന് വീണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ പഠിപ്പിച്ച് വലിയ ഡോക്ടറായിട്ട് അമേരിക്ക വിട്ടിട്ടേ ഇവരൊക്കെ പറ്റിക്കണ്ടാണ് അവൻ. അതൊക്കെ വേണോ? ആയിക്കോട്ടെ, പഠിക്കും.